ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇൻഫൈനൈറ്റ് സ്ക്രോൾ വ്യൂ വെച്ചൊരു ആപ്പ് ഉണ്ടാക്കി. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് വിഡ്ജറ്റുകളെയും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകളുടെയും കുറച്ച് ലിസ്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ഈ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സ്റ്റാർട്ടപ്പ് നെയിം ആപ്ലിക്കേഷനിൽ നമ്മൾ കുറച്ച് വിഡ്ജറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, മെറ്റീരിയൽ ആപ്പ്, ഇതൊക്കെ ഒരു ക്ലാസ് അല്ലെങ്കിൽ വിഡ്ജറ്റ്സ് ആണ്. സ്കാഫോൾഡ്, ആപ്പ് ബാർ, സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് മൈ വേർഡ് ബാർ ഇതൊരു കസ്റ്റം ക്ലാസ് ആണ്. അത് വിഡ്ജറ്റ് ആയിട്ട് കൂട്ടാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ സെൻറ്റർ, ആപ്പ് ബാർ തുടങ്ങി ലിസ്റ്റ് വ്യൂ, ഇങ്ങനെ ഡിവൈഡർ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെയാണ് ലിസ്റ്റ് ടൈല്, ഇതൊക്കെയാണ് വിഡ്ജറ്റ്സ് ആയിട്ട് ഫ്ലട്ടറിൽ ഉള്ളത്. വിഡ്ജറ്റ്സ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കുറെ ഇൻബിൽട്ട് ആയിട്ട് ഫ്ലട്ടറിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, അതിന്റെ ശേഷം ഇൻഫൈനൈറ്റ് സ്ക്രോൾ വ്യൂ അത് യൂസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. അപ്പൊ ഇതിന് രണ്ടിലും നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വിഡ്ജറ്റുകളുടെ ഒരു കുടക്കീലായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഒറ്റയടിക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പുറമെ ഫ്ലിട്ടറിലുള്ള വിഡ്ജറ്റുകൾ എല്ലാം ഒന്ന് ഒറ്റയടിക്ക് ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്ത് പോകണം. അപ്പോൾ ബേസിക് ആയിട്ട് വിഡ്ജറ്റുകളെ കുറിച്ച് ഒരു ഐഡിയ ഈ ഒരു എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ആപ്പുകളിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വിഡ്ജറ്റ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ജിറ്റ്ഹബിൽ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മാർക്ക്ഡൗൺ അല്ലെങ്കിൽ മാർക്ക്ഡൗൺ വെച്ചിട്ട് ഒരു പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വിഡ്ജറ്റ് എന്താണ് എഴുതി വെച്ചത് വെച്ചാൽ, വിഡ്ജറ്റ്സ് ആർ ദ സെൻട്രൽ ക്ലാസ് ഹൈറാർക്കി ഇൻ ഫ്ലട്ടർ ഡെവലപ്മെന്റ്. ഓൾമോസ്റ്റ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും വിഡ്ജറ്റ് ആയിട്ടാണ് ഫ്ലട്ടറിൽ. ഓൾമോസ്റ്റ് എവറിത്തിങ് അങ്ങനെയാണ്. വിഡ്ജറ്റ് കൊണ്ടുള്ള ഒരു കളി മാത്രമാണ് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ വിഡ്ജറ്റുകളെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. ആദ്യം തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത വിഡ്ജറ്റുകളെല്ലാം ഒന്ന് പരിചയപ്പെടുക, അത്രേ ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ദർ ആർ 2 ടൈപ്സ് ഓഫ് വിഡ്ജറ്റ്. വിഡ്ജറ്റ് 2 തരമാണ്. ഒന്ന് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഒന്ന് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മൾ പറഞ്ഞതാണ്. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ മ്യൂട്ടബിൾ, അതായത് വാല്യൂ ചേഞ്ച് ആവും. ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് ഡൈനാമിക്കലി അതിനുള്ളിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് ചേഞ്ച് ആക്കാം. നേരെ മറിച്ച് സ്റ്റേറ്റ്ലെസ് ആവുമ്പോൾ ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ റെൻഡർ ആയി, അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ വാല്യൂ ചേഞ്ച് ആവില്ല, അത് ഫൈനൽ ആയിരിക്കും. അതാണ് ഇമ്മ്യൂട്ടബിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 വിഡ്ജറ്റ്, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, നമ്മൾ വ്യത്യാസം പ്രധാനമായിട്ട് അതാണ്. 2 ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ ഒരു ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള വിഡ്ജറ്റ്സ് അല്ലെങ്കിൽ ക്ലാസ്സുകളാണ് ഇപ്പോൾ ഈ ഒരു ടാബിളിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടാബിൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ ഒരു പേജിൽ ഈ ഒരു ഫയലിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. ഞാനത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വിഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വിഡ്ജറ്റ്, അതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും നമുക്ക് പെട്ടെന്ന് ഒരു നോട്ട് പോലെ പെട്ടെന്ന് എടുത്തു നോക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഫയല് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഫയലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ ആപ്പ് നമ്മൾ ഉപയോഗിച്ചത് ഇവിടെതാ, ഈ ഒരു മെയിൻ ക്ലാസ് മൈ ആപ്പ് എന്ന ക്ലാസ് കഴിഞ്ഞ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടപ്പ് നെയിം ജനറേറ്ററിൽ മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്തത് ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിന്റെ ഉള്ളിലാണ് മെറ്റീരിയൽ ആപ്പ്. ശരിക്കും ആ ഒരു മെറ്റീരിയൽ ആപ്പ് എന്നിട്ടുള്ള ക്ലാസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ട്. ആൻ ആപ്ലിക്കേഷൻ ദാറ്റ് യൂസസ് മെറ്റീരിയൽ ഡിസൈൻ. മെറ്റീരിയൽ ഡിസൈൻ യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു സംഭവമാണ്. അതായത് വിഡ്ജറ്റ്സ് ഒക്കെ ആ ഒരു ക്ലാസിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്ത് വെക്കും. മെറ്റീരിയൽ ഡിസൈൻ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലാസ്സാണ് മെറ്റീരിയൽ ആപ്പ്. ഈ മെറ്റീരിയൽ ആപ്പിന്റെ ഉള്ളിലായിരിക്കും വിഡ്ജറ്റ്സ് ഒക്കെ വരിക. പിന്നെ പറഞ്ഞ് തീം ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്. ഒരു തീം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആപ്പിന്റെ തീം ഏതാവണം, ഏത് രീതിക്ക് അതിൽ ഡിസ്പ്ലേ ചെയ്യണം, ഏത് രീതിക്ക് കളർ കൊടുക്കണം, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, ആ ഒരു തീം ആയിരിക്കും തീം ഡാറ്റയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്കാഫോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ്. അപ്പോൾ ഈ സ്കാഫോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ വിഡ്ജറ്റ് ഇംപ്ലിമെന്റ്സ് ദ ബേസിക് മെറ്റീരിയൽ ഡിസൈൻ വിഷ്വൽ ലേഔട്ട് സ്ട്രക്ചർ. എങ്ങനെ ആ ഒരു ഡിസൈൻ, ആ ഒരു പേജ് വിഷ്വൽ ചെയ്യണം, ആ ഒരു ലേഔട്ട് സ്ട്രക്ചർ ആണ് സ്കാഫോൾഡ്. സ്കാഫോൾഡിൽ ഇനി എങ്ങനെയൊക്കെ ഒരു ആപ്പ് ബാർ വരും, ഒരു നമ്മൾ ചെയ്തല്ലോ, നമ്മൾ ഇത് ഉപയോഗിച്ച് സ്കാഫോൾഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതിലൊരു ആപ്പ് ബാർ വരും, ബോഡി വരും, അതിന് ചൈൽഡായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ആ ഒരു സംഭവമാണ് സ്കാഫോൾഡിന്റെ ഉള്ളിൽ, സ്കാഫോൾഡ് എന്ന വിഡ്ജറ്റിന്റെ ഉള്ളിൽ വരിക. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിഡ്ജറ്റ് ആണ് സ്കാഫോൾഡ്. ഇനി ആപ്പ് ബാർ,
ആപ്പ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ആപ്പിന്റെ ഹെഡിങ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചു ആപ്പ് ബാർ. ഈ ഒരു സ്കാഫോൾഡിനുള്ളിൽ ആപ്പ് ബാർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആപ്പ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ജറ്റ് ആണ്. എ മെറ്റീരിയൽ ഡിസൈൻ ആപ്പ് ബാർ കൺസിസ്റ്റ് ഓഫ് ടൂൾ ബാർ ആൻഡ് പൊട്ടൻഷ്യൽ അതർ വിഡ്ജറ്റ്. ആപ്പ് ബാറിന്റെ ഒരു പേര് ടൈറ്റിൽ ഉണ്ടാവും. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആപ്പ് ബാറിന്റെ ടൈറ്റിൽ ഉണ്ട്. അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഡ്ജറ്റ്സ് മീൻസ് അവിടെ തന്നെ ചിലപ്പോൾ ഒരു ബട്ടൺ വരാം, ഒരു ചെക്ക് ബോക്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അങ്ങനെ പല വിഡ്ജറ്റുകളും കൂടി ചേർന്ന് ഒരു റാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഡ്ജറ്റാണ് ആപ്പ് ബാർ. ഈ ടെക്സ്റ്റ് വിഡ്ജറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഡ്ജറ്റാണ് ടെക്സ്റ്റ് വിഡ്ജറ്റ്. എവിടെയും എല്ലായിടത്തും നമ്മൾ ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യാതെ ഒരു ആപ്ലിക്കേഷനും പോകില്ല. കാരണം ഒരു എന്തെങ്കിലും സ്ട്രിങ് നമ്മൾ ആപ്ലിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ഈ ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ് എ സ്ട്രിങ് ഓഫ് ടെക്സ്റ്റ് വിത്ത് സിംഗിൾ സ്റ്റൈൽ. ഒരു സ്റ്റൈൽ അതിന് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കഴിഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തത് സ്റ്റൈൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണ്ട്, അതായത് ഫോണ്ട് സൈസ് കൂട്ടാനും കുറക്കാനും ടെക്സ്റ്റ് സ്റ്റൈലിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മളെ ഈ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഈ ഒരു വിഡ്ജറ്റിനെ ഉപയോഗിച്ചിട്ട് ഈ വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഇൻഫൈനൈറ്റ് സ്ക്രോളിലുള്ള ടെക്സ്റ്റിനെ നമ്മൾ സ്റ്റൈൽ ചെയ്തു. ആ ഒരു ടെക്സ്റ്റിന് വേണ്ടി ഉപയോഗിച്ച വിഡ്ജറ്റാണ് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ്. ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിംഗിൾ ലൈൻ ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ ആവാം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയും ആവാം. ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദി ലേഔട്ട് കൺസ്ട്രെയിൻ. അതായത് ആ ലേഔട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു ടെക്സ്റ്റിലെ കണ്ടന്റ് ഡിസ്പ്ലേ ആവുക. ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റ് എങ്ങനെ ഡിസ്പ്ലേ ആക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈലിൽ ആൻ ഇമ്മ്യൂട്ടബിൾ സ്റ്റൈൽ ഡിസ്ക്രൈബിംഗ് ഹൗ ടു ഫോർമാറ്റ് ആൻഡ് പെയിന്റ് ടെക്സ്റ്റ്. അതായത് കളർ എന്ത് വേണം, അല്ലെങ്കിൽ അതിന്റെ സൈസ് എത്ര വേണം, സൈസ് ചെറുതാക്കണം കൂട്ടണം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പാരാമീറ്റർ ഈ ടെക്സ്റ്റ് സ്റ്റൈൽ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ടെക്സ്റ്റ് സ്റ്റൈലിലുള്ള ഒരു ഫോണ്ട് സൈസ് മാത്രമാണ്. ഇവിടെ കളർ അടയാം, അങ്ങനെ പലതും അടയാം. ഇവിടെ കളറ്, ഫോണ്ട് വെയിറ്റ്, ഫോണ്ട് സ്റ്റൈല്, വേർഡ് സ്പേസിങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കാണാനുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി, അതായത് ഈ ടെക്സ്റ്റിന്റെ ഡിസൈൻ അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവും അത് ചേഞ്ച് ആക്കാൻ പറ്റും. പിന്നെ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ്. ഈ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്ന ആ ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യിക്കുന്ന സ്ഥലവും സെൻട്രലി അലൈൻ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വിഡ്ജറ്റാണ്. അപ്പോൾ ഈ വിഡ്ജറ്റ് ആ ഒരു ചൈൽഡ് അതിൽ ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ച് അതിന്റെ ചൈൽഡ് എല്ലാം അതിന്റെ സെന്ററിൽ അലൈൻ ചെയ്യും. ആ ഒരു ഡിസ്പ്ലേ എങ്ങനെയാണോ അതിന്റെ സെന്ററിലായിരിക്കും പിന്നെ അതിന്റെ ചൈൽഡ് ആയിട്ട് കൊടുക്കുന്ന വിഡ്ജറ്റ് ഒക്കെ അലൈൻ ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഡിവൈഡർ, അത് കഴിഞ്ഞ ആപ്പിൽ നമ്മൾ ലിസ്റ്റ് വ്യൂക്ക് ഡിവൈഡർ, ഒരു റോ കഴിഞ്ഞതിന് ശേഷം ഡിവൈഡർ, ഒരു ഹൊറിസോണ്ടൽ ലൈന് കൊടുക്കാൻ ഉപയോഗിച്ച വിഡ്ജറ്റാണ് ഡിവൈഡർ. അപ്പൊ രണ്ട് സൈഡിലും പാഡിങ് കൂടെ ഈ ഡിവൈഡർ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ലിസ്റ്റിന് ഉപയോഗിക്കുക ഡ്രോവേഴ്സ് എൽസ്വെയർ ടു സെപ്പറേറ്റ് കണ്ടന്റ് സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടി എവിടെയും ഈ ഡിവൈഡർ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഫ്ലട്ടറിന്റെ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ആ ഒരു ഇൻഫൈനൈറ്റ് സ്ക്രോള് ലിസ്റ്റ് ചെയ്യിക്കണ്ടേ, മീൻസ് ആ ഒരു വേർഡ് പേസ് ലിസ്റ്റ് ചെയ്യിക്കാൻ ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ജറ്റ് ആണ് ലിസ്റ്റ് വ്യൂ. പിന്നെ വിഡ്ജറ്റിന്റെ ഉള്ളിൽ ബിൽഡർ എന്നിട്ടുള്ള കൺസ്ട്രക്ട് വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ആ ഒരു ഡിസൈൻ. അപ്പോൾ ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് സ്ക്രോളബിൾ ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ് അറേഞ്ച്ഡ് ലീനിയർലി കോമൺലി യൂസ്ഡ് ഫോർ സ്ക്രോളിംഗ് വിഡ്ജറ്റ്. സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കുറച്ച് കൺസ്ട്രക്ഷൻ ഉണ്ട്. അതിൽ ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ടാണ് നമ്മൾ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലിസ്റ്റ് ആ ഒരു സ്ക്രോളിംഗ് കൊണ്ടുവന്നത്. പിന്നെ ലിസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വിഡ്ജറ്റ്. ലിസ്റ്റ് ടൈൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്നുമില്ല, നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ലിസ്റ്റ് ടൈൽ. ആ ഒരു ടെക്സ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഡ്ജറ്റ് ആണിത് വിത്ത് സ്റ്റൈല്. ഇവിടെ പറയാം എ സിംഗിൾ ഫിക്സ്ഡ് ഹൈറ്റ് റോ, ഒരു റോ ദാറ്റ് ടിപ്പിക്കലി കണ്ടെയ്ൻ സം ടെക്സ്റ്റ് ഉണ്ടാവും. അതിൽ ചിലപ്പോ ഒരു ഐക്കൺ ഉണ്ടാവും, അല്ലെങ്കിൽ 1 to 3 ലൈൻസ് ആയിരിക്കും അതിന്റെ ഒരു ഹൈറ്റ് ഉണ്ടാവുക. അതായത് ചിലപ്പോൾ 1 to 3 ലൈൻസ് ആയിരിക്കും അതിന്റെ ആ ഒരു ടെക്സ്റ്റ് വരിക. ഒരു സിംഗിൾ ലൈൻ ആവണമെന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വേറെ വിഡ്ജറ്റുകൾ ഉണ്ടാവും, ഐക്കൺസ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അതാണ് ലിസ്റ്റ് ടൈൽ. ഇത് മെയിനായിട്ട് റാപ്പിംഗ് ആണ്. ആ ഒരു ടൈൽ നമ്മളിപ്പോൾ ടെക്സ്റ്റിനെ റാപ്പ് ചെയ്തിട്ട് വെക്കുക, അതിന് സ്റ്റൈൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ കോളം എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. കോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളം ബേസ്, അതായത് ഗ്രിഡ് പോലെ തിരിച്ചിട്ട്
ഇപ്പോൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിലൊക്കെ 12 ഭാഗമാക്കി ഒരു ഡിസ്പ്ലേയെ നമ്മൾ ബ്രേക്ക് ചെയ്യും. അതായത് 12 ഭാഗമാക്കിയിട്ട് ആ കോളം തിരിച്ച് ആ ഒരു പൊസിഷൻ മീൻസ് ഇവിടെ കോളം 1, കോളം 2, കോളം 3 അങ്ങനെ 12 വരെ 12 ആക്കിയിട്ട് ഇപ്പൊ ഇവിടെ ആ കാര്യം ഇവിടെ ഒരു സംഭവം ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളം 1 അതേപോലെ ഫ്ലട്ടറിൽ ഉള്ള ഒരു വിഡ്ജറ്റാണ് കോളം. Display its children in vertical array and does not scroll. ഇത് വെർട്ടിക്കൽ അറേ. ഇപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് നമ്മൾ കോളത്തിൽ കൊടുത്തിട്ട് അപ്പൊ ഈ കോളത്തിൽ അത് വരും, ഇത്രയും ഭാഗം തിരിച്ചിട്ടുള്ള ഇവിടെ അത് പ്രിന്റ് ആക്കും. പിന്നെ നെക്സ്റ്റ് കോളം വരുന്നത് ഇപ്പൊ 2 കോളാണെന്ന് വെച്ചാൽ ഇത്രയും പാർട്ടിലായിരിക്കും ആ ഒരു ടെക്സ്റ്റ് ഫില്ലായി വരും. സെക്കൻഡ് കോളത്തിലായിരിക്കും രണ്ടാമത്തെ ആ കോളത്തിന്റെ ഉള്ളിൽ കൊടുത്തുള്ള ടെക്സ്റ്റ് പ്രിന്റ് ആയി വരിക. 3 ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ആക്കി ആ ഒരു സ്പേസിന് സ്പ്ലിറ്റ്. അതാണ് ഈ കോളം എന്നുള്ള വിഡ്ജറ്റ്. പിന്നെ ഈ കോളം എന്നുള്ള വിഡ്ജറ്റ് സ്ക്രോൾ ചെയ്യാൻ ഉപയോഗിക്കില്ല. സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് വ്യൂ ഒക്കെ ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആണ്. ആ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ നമ്മൾ ഫസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് ചെയ്തതാണ്. ആ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ ബോട്ടമായിട്ട് കിടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ, ആ ഒരു ആക്ഷന് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സർക്കുലർ ബട്ടൺ കൊടുക്കുന്നുണ്ട്. ആ ബട്ടൺ കാണിക്കാനുള്ള സംഭവമാണ് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. സർക്കുലർ ഐക്കൺ ബട്ടൺ ദാറ്റ് ഹോവേഴ്സ് ഓവർ കണ്ടന്റ് ടു പ്രൊമോട്ട് എ പ്രൈമറി ആക്ഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ. അതായത് മെയിൻ ആയിട്ടുള്ള ആക്ഷൻ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ അത് ആഡ് ചെയ്യണം, എന്തെങ്കിലും ഒരു കണ്ടന്റ് എന്തെങ്കിലും ഒരു സംഭവം അത് ആഡ് ചെയ്യണം. ഇപ്പൊ ഒരു ഈവന്റ് ആണെങ്കിൽ ഈവന്റ് കലണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഈവന്റ് ആഡ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ആക്ഷന് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഡ്ജറ്റാണ് ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. പിന്നെ അതിന് ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വിഡ്ജറ്റാണ് ഐക്കൺ പറഞ്ഞിട്ടുള്ള ക്ലാസ് വെച്ചിട്ട് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടന്റെ ഉള്ളിൽ പ്ലസ് ഐക്കൺ ആണ് കാണിച്ചത്. പ്ലസ് എന്നുള്ള ആ ഒരു സംഭവം കാണിക്കാൻ നമ്മൾ ഈ ഐക്കൺ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് അല്ലെങ്കിൽ വിഡ്ജറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ഗ്രാഫിക്കൽ ഐക്കൺ വിഡ്ജറ്റ് ഡ്രോൺ വിത്ത് എ ഗ്ലിഫ് മീൻസ് എന്തെങ്കിലും സിമ്പിൾ ഫ്രം എ ഫോണ്ട് ഡിസ്ക്രൈബ്ഡ് ഐക്കൺ ഡാറ്റ അല്ലെ ഐക്കൺ ഡാറ്റ എന്ന് ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ലൈബ്രറി അതിലെന്തൊക്കെ വിഡ്ജറ്റ് അല്ലെ അതിലെന്തൊക്കെ സിമ്പിൾസ് ഉള്ളത് അതവിടെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഡ്ജറ്റ് ആണ് ഈ ഒരു ഐക്കൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും വിഡ്ജറ്റാണ് ആ 2 ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിച്ചത്. ഇതിൽ കൂടുതൽ എത്രയോ വിഡ്ജറ്റ് ഫ്ലട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. ഫ്ലട്ടർ എന്ന് ചുമ്മാ സെർച്ച് ചെയ്യാം. ഫ്ലട്ടർ വിഡ്ജറ്റ് എന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഫ്ലട്ടർ ഡെവലോട്ട് ഈ ഒരു സംഭവം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫ്ലട്ടർ വിഡ്ജറ്റ് ഇഷ്ടം പോലെ കുറെ കാര്യങ്ങൾ വിഡ്ജറ്റ്സ് പറയുന്നുണ്ട്. മെറ്റീരിയൽ കമ്പോണൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ കമ്പോണൻസ് ഇങ്ങനെ അവരുടെ സൈറ്റിൽ ഇഷ്ടം പോലെ വിഡ്ജറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബേസിക് വിഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആപ്പ് ബാർ, കോളം, കണ്ടെയ്നർ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു docs.flutter dev ആണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. അത് കുറച്ച് ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണിത്. അപ്പോൾ ഇതിന് പകരം API എന്ന് പറഞ്ഞിട്ട് വിഡ്ജറ്റ് ലൈബ്രറി കാണുന്ന ഒരു സൈറ്റ് ഉണ്ട്, API.flutter dev. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എത്ര ക്ലാസ് ആണോ ആ ക്ലാസ് മൊത്തം ഇവിടെ ഡിസ്പ്ലേ ആവുകയാണ്. ഇത്രയും വിഡ്ജറ്റ്, എത്ര വിഡ്ജറ്റ് A മുതൽ തുടങ്ങി Z വരെ ലോഡ് കണക്കിന് വിഡ്ജറ്റാണ് അവൈലബിൾ ആയിട്ട് ഫ്ലട്ടറിലുള്ളത്. ഇതൊക്കെ നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ച ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും ആവില്ല. സോ ആവശ്യങ്ങൾക്കനുസരിച്ച് വന്നിട്ട് സെർച്ച് ചെയ്യാൻ നോക്കുക. അതിന്റെ ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഡ്ജറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രോളബിൾ ആണ്, 2D array വിഡ്ജറ്റ് നമ്മൾ കുറച്ച് അതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് കോഡുകളും കാര്യങ്ങളും അതിന്റെ സ്നിപ്പറ്റ് ആയിട്ട് കുറച്ച് കോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ വിഡ്ജറ്റ് നമ്മൾ ഐക്കൺ പറഞ്ഞിട്ട് വിഡ്ജറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഐക്കൺ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഐക്കൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വിഡ്ജറ്റ് ആണ് ഉപയോഗിക്കുക. അതിന് കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് മെത്തേഡ്സ്, അതിന്റെ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കൺസ്ട്രക്ടർ, പ്രോപ്പർട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഈ ഒരു API.flutter dev എന്ന സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വിഡ്ജറ്റ് ഇഷ്ടംപോലെ ലോഡ് കണക്കിന് വിഡ്ജറ്റാണ് ഉള്ളത്. മോനെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ കാണാപ്പാടം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അത് ആദ്യം തന്നെ വിചാരിക്കാം. അപ്പോൾ ഇത്രയും വിഡ്ജറ്റ് ഏതൊക്കെ വിഡ്ജറ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യണം. ഇപ്പൊ സ്ക്രോൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് അവിടെ ഷോർട്ട് കട്ട്, സിൽവർ ഗ്രിഡ് ഇങ്ങനെ പറഞ്ഞിട്ട് ടെക്സ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച ടെക്സ്റ്റ് ഇതൊക്കെ ഇത്ര പോലെ വിഡ്ജറ്റ്. പിന്നെ മിക്സിങ് കുറെ കാര്യം, കുറെ ക്ലാസ് വേറെ പല ടൈപ്പിലുണ്ട്.
പിന്നെ പെയിന്റിങ്, ഫൗണ്ടേഷൻ ടെസ്റ്റ്, ഓരോ ടൈപ്പിൽ ലൈബ്രറീസ്, ആനിമേഷൻ ഷെഡ്യൂൾ, ഇതൊക്കെ നമുക്ക് നോക്കാനുള്ളതാണ്. അതിലൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു വിഡ്ജറ്റിന്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലാവണം എന്ന രീതിക്കുള്ള ഒരു എപ്പിസോഡ് ആണ് ഇത്. അപ്പോൾ ഈ വിഡ്ജറ്റ് എന്താണ്, അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് വിഡ്ജറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇനിയും കൂടുതൽ വിഡ്ജറ്റ്, ഇതൊന്നും ആയിട്ടില്ല. നമ്മൾ എത്തി നിൽക്കുന്നത് ഇപ്പോഴും ഒരു സാഗരത്തിന്റെ ഒരു തുള്ളി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ഒരു കടലിലെ ഒരു തുള്ളി മാത്രം. അപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റിന്റെ ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.